എല്ലാവർക്കും മിഷൻ LDC റിവിഷൻ ക്ലാസ്സിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് ആണ്. കെമിസ്ട്രിയാണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് റിവിഷൻ ആയിരിക്കും. പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും എല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2022, 23, 21, 24 അതായത് ഈ ഇടയ്ക്ക് ഒരു 3-4 വർഷത്തിനിടെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വിത്ത് അതിൻ്റെ കൂടെ തന്നെ റിലേറ്റഡ് ഫാക്റ്റോടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിവിഷൻ സീരീസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് തരാം. അതിലൂടെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് LDC റിവിഷൻ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്റ്റ് ആണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. അപ്പം നമുക്കറിയാം pH മൂല്യം അറിയാം. pH മൂല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ലായനിയിലെ അയോണിൻ്റെ ഗാഢത H+ അയോണിൻ്റെ ഗാഢത അടിസ്ഥാനമാക്കി ഉള്ള സ്കെയിലാണ് pH സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ pH സ്കെയിലിൽ നമുക്കറിയാം 0 മുതൽ 7 വരെ ഉള്ളതെല്ലാം ആസിഡ് സ്വഭാവവും അതുപോലെ 7 കഴിഞ്ഞിട്ട് 14 വരെ ഉള്ളതെല്ലാം ആൽക്കലൈൻ അഥവാ ബേസ് സ്വഭാവവും കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ കറക്റ്റ് 7 നിൽക്കുന്നത് എന്താണ്? ന്യൂട്രലാണ്, ശുദ്ധജലമാണ്. അപ്പം ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. ഓപ്ഷൻ A ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ pH മൂല്യത്തെക്കുറിച്ച് പറയുമ്പോൾ pH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാന്നറിയണം. ഡാനിഷ് ശാസ്ത്രജ്ഞനായ സോറൻസൻ ആണ് നമ്മുടെ pH സ്കെയിൽ കണ്ടുപിടിച്ചത്. അപ്പോൾ pH സ്കെയിൽ എന്താണ്? ലായനിയിലെ H+ അയോണിൻ്റെ ഗാഢത അടിസ്ഥാനമാക്കിയാണ് ഈ സ്കെയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. pH സ്കെയിൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് pH സ്കെയിലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻ അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണെന്നാണ് വെച്ചിരിക്കുന്നത്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത് ആരാണ്? ആരുടെ സംഭാവനയാണ്? ആൻസർ ഏതാണ്? റുദർഫോർഡ് ആണ്. സ്ഥിരമായിട്ട് PH ചോദിക്കുന്നതാണ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെയാണ്? റുദർഫോർഡിൻ്റെയാണ് സൗരയൂഥ മാതൃക വരുന്നത്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം, അതായത് പ്ലം പുഡിംഗ് മോഡൽ, വാട്ടർ മെലോ മോഡൽ, റൈസൻ മോഡൽ, അതൊക്കെ കണ്ടുപിടിച്ച ആരാണ്? പ്ലം പുഡിംഗ് മോഡലൊക്കെ JJ തോംസൺ ആണ്. പ്ലം പുഡിംഗ് മോഡലൊക്കെ JJ തോമസിൻ്റെ സംഭാവനയാണ്. അപ്പോൾ JJ തോംസൺ ആണ് ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം കണ്ടെത്തിയത്. JJ തോംസൺ ആണ്. പ്ലം പുഡിംഗ് മോഡൽ, വാട്ടർ മെലോ മോഡൽ, റൈസൻ മോഡൽ ഒക്കെ JJ തോംസൺ ആണ് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ബോർ മോഡൽ കണ്ടുപിടിച്ചത് നീൽസ് ബോർ ആണ്. ആറ്റത്തിൻ്റെ ബോർ മോഡൽ നീൽസ് ബോർ ആണ്. അപ്പോൾ അത് കൂട്ടത്തിൽ അത്ര അറിഞ്ഞിരിക്കണം. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ എന്ന് പറഞ്ഞത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ്. നമ്മൾ സ്ഥിരമായിട്ട് PH ചോദിക്കുന്നതാണ്. ഈ അയിരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് PH റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അപ്പോൾ ഓർത്ത് വെച്ചോ, കലാമിൻ എന്ന് പറയുന്നത് സിങ്കിൻ്റെ അയിരാണ്. കലാമിൻ സിങ്കിൻ്റെ അയിരാണ്. അതായത് കലം കഴിയുന്നത് സിങ്കിൽ വെച്ചാണെന്നുള്ളൊരു കോഡ് വെച്ചങ്ങ് ഓർത്തിരുന്നാൽ നമ്മൾ കലം കഴിയത്തില്ലേ, അത് സിങ്കിൽ വെച്ചാണെന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ കലാമിൻ എന്ന് പറയുന്നത് നമ്മുടെ സിങ്കിൻ്റെ അയിരാണ്. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള അയിരുകളോട് നമ്മളങ്ങ് പഠിച്ചു പോകാം. കലാമിൻ എന്ന് പറഞ്ഞത് സിങ്കിൻ്റെ അയിരാണ്. സിങ്കിൻ്റെ അയിരുകളാണ് കലാമിനും അതുപോലെ തന്നെ സിങ്ക് ബ്ലെൻഡും അതുപോലെ തന്നെ കലാമിനുമാണ് സിങ്കിൻ്റെ അയിരായിട്ട് വരുന്നത്. അടുത്ത അലൂമിനിയത്തിൻ്റെ അയിരായിട്ട് വരുന്നത് ഏതാണ്? ബോക്സൈറ്റും ക്രയോലൈറ്റും. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റും ക്രയോലൈറ്റും. അതുപോലെ തന്നെ മെർക്കുറിയുടെ അയിരാണ് സിനബർ. മെർക്കുറിയുടെ അയിരാണ് സിനബർ. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ അയിരാണ് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്. അപ്പം ഇരുമ്പിൻ്റെ അയിരാണ് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡനൈറ്റ്, മറക്കല്ലേ. അതുപോലെ തന്നെ ലെഡിൻ്റെ അയിരാണ് ഗലീന. ലെഡിൻ്റെ അയിരാണ് ഗലീന. അതുപോലെ തന്നെ ചെമ്പിൻ്റെ അയിലാണ് മാലക്കൈറ്റ്, അതുപോലെ തന്നെ കുപ്രൈറ്റ്. അപ്പോൾ ചെമ്പിൻ്റെ അയിരാണ് മാലക്കൈറ്റ്, അതുപോലെ തന്നെ കുപ്രൈറ്റ്. അപ്പോൾ അയിരുകളെക്കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വേണം. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് PH സ്ഥിരമായിട്ട് വെക്കുന്ന അയിരുകളാണ് നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത്. അത് നിങ്ങളൊന്ന് മാക്സിമം നോക്കിയിട്ട് പോകണം. അടുത്തത് ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? അപ്പോൾ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അലസവാതകങ്ങളാണ് ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നത്. അലസവാതകങ്ങൾ അഥവാ ഉത്കൃഷ്ടവാതകങ്ങൾ വരുന്ന ഏത് ഗ്രൂപ്പാണ്? നമ്മൾക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 18ാമത്തെ ഗ്രൂപ്പിലാണ് ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ വരുന്നത്. 18ാമത്തെ ഗ്രൂപ്പിലാണ്. ഓപ്ഷൻ A ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 18ാമത്തെ ഗ്രൂപ്പിലാണ് അലസവാതകങ്ങൾ വരുന്നത്.
അപ്പോൾ നമ്മുടെ ആധുനിക പീരിയോഡിക് ടേബിളിലെ ഓരോ ഗ്രൂപ്പിലും ഏതൊക്കെയാണ് വരുന്നതെന്ന് നിങ്ങൾ മാക്സിമം ഒന്ന് പഠിച്ചു വെക്കുക. നമ്മുടെ ഈ പീരിയോഡിക് ടേബിൾ മാക്സിമം ഒന്ന് കംപ്ലീറ്റ് അതിൻ്റെ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് തന്നെ പോകണം. പഠിച്ചിട്ടേ നിങ്ങൾ പോവുക, പരീക്ഷയ്ക്ക് പോകും. മാക്സിമം മാർക്ക് അതിനകത്ത് നിന്ന് വരും. അപ്പം നമുക്ക് നോക്കാം. ഒന്നാം ഗ്രൂപ്പിൽ വരും. ഞാൻ ഇപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിവൈസ് ആവും, ബ്രഷപ്പ് ആവും. അപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞു പോവാം. ഒന്നാം ഗ്രൂപ്പിൽ വരുന്നത് ഏതാണ്? ആൽക്കലി ലോഹങ്ങളാണ് ഒന്നാം ഗ്രൂപ്പിൽ വരുന്നത്. രണ്ടാം ഗ്രൂപ്പിൽ വരുന്ന ഏതാണ്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെ ഏതാണ്? സംക്രമണ ലോഹങ്ങൾ. ലോഹങ്ങൾ. അതുപോലെ തന്നെ 13-ാം ഗ്രൂപ്പ് ഏതാണ്? ബോറോൺ കുടുംബം. 14-ാം ഗ്രൂപ്പ് ഏതാണ്? കാർബൺ കുടുംബം. 15-ാം ഗ്രൂപ്പ് ഏതാണ്? നൈട്രജൻ കുടുംബം. 16-ാം ഗ്രൂപ്പ് ഏതാണ്? ഓക്സിജൻ കുടുംബം. 17-ാം ഗ്രൂപ്പ് ഏതാണ്? ഹാലജൻ കുടുംബം. അതുപോലെ തന്നെ 18-ആണ് നമ്മുടെ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞ അലസവാതകങ്ങൾ അഥവാ ഉത്കൃഷ്ടവാതകങ്ങൾ. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ നോക്കാം. ജ്വലനത്തിന് റോക്കറ്റ് ഇന്ധനങ്ങളിൽ ജ്വലനത്തിന് എന്തായാലും ഉപയോഗിക്കും. അതുപോലെ തന്നെ റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ കൃത്രിമ ശാസ്ത്രത്തിനും നമ്മൾ ഓക്സിജൻ ഉപയോഗിക്കും. അത് ശരിയാണ്. ബ്ലീച്ചിങ് പൗഡറിൻ്റെ നിർമ്മാണത്തിന് ഓക്സിജൻ ഉപയോഗിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ബ്ലീച്ചിങ് പൗഡറിൻ്റെ നിർമ്മാണത്തിന് ഓക്സിജൻ അല്ല ഉപയോഗിക്കുന്നത്, ക്ലോറിനാണ് ഉപയോഗിക്കുന്നത്. ക്ലോറിനാണ്. അപ്പോൾ നമുക്ക് ഓക്സിജൻ എന്താണ് ഓക്സിജൻ ആരാണ് കണ്ടുപിടിച്ചത്? ജോസഫ് പ്രിസ്റ്റ്ലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ ഓക്സിജൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? ജ്വലനത്തിൽ ഉപയോഗിക്കും, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കും, അതുപോലെ തന്നെ കൃത്രിമശാസ്ത്രത്തിനൊക്കെ ഓക്സിജൻ ഉപയോഗിക്കും. അപ്പം ഓക്സിജനുമായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഓക്സിജനൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതൽ. ഓക്സിജനുമായിട്ട് പറയുകയാണെങ്കിൽ ഓക്സിജൻ്റെ ഇനി നമുക്ക് പറയാനുള്ളത് ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രിസ്റ്റ്ലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഓക്സിജൻ എത്ര ശതമാനം നമ്മുടെ ഭൂവൽക്കത്തിലുണ്ടെന്നൊക്കെ ചോദിക്കും. ഓക്സിജന് 45 മുതൽ 50% വരെ ഭൂവൽക്കത്തിൽ ഓക്സിജൻ്റെ അളവുണ്ട്. അതുപോലെ തന്നെ ജലത്തിൽ 88 മുതൽ 90% വരെ ജലത്തിൽ ഓക്സിജൻ്റെ അളവുണ്ട്. അതുപോലെ തന്നെ ധാതുക്കളിൽ 45 മുതൽ 50% വരെ ഓക്സിജൻ്റെ അളവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷ വായുവിൽ ഏകദേശം 21% ഓക്സിജൻ്റെ അളവുണ്ട്. അതുപോലെ തന്നെ സസ്യങ്ങളിൽ 60 മുതൽ 70% വരെയും ജന്തുക്കളിലും 60 മുതൽ 70% വരെ ഓക്സിജൻ്റെ അളവുണ്ട്. അപ്പോൾ നമ്മൾ ഓക്സിജനെ കുറിച്ച് പറഞ്ഞു. ഓക്സിജനെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും നമ്മൾ ഹൈഡ്രജനെ കുറിച്ചും പറയണ്ടേ, ഹൈഡ്രജൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറയണ്ടായോ? അപ്പോൾ ഹൈഡ്രജൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹെൻറി കാവൻഡിഷ്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യവസായ നിർമ്മാണത്തിന് അതുപോലെ തന്നെ ഇന്ധനമായിട്ടൊക്കെ ഹൈഡ്രജൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ അപൂരിത എണ്ണകളെ പൂരിതമാക്കാൻ ഹൈഡ്രജൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഹൈഡ്രജൻ അടുത്തത് ഏതാണ്? നൈട്രജൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണം, അതുപോലെ തന്നെ വാഹനങ്ങളുടെ ടയറും നിറയ്ക്കുന്നത്. നമുക്കറിയാം വാഹനങ്ങളിലൊക്കെ നൈട്രജൻ അടിക്കുന്നത്. കുറച്ച് കാലം നിൽക്കണമെങ്കിൽ നമ്മൾ നൈട്രജൻ അടിക്കണം. അപ്പോൾ വാഹനങ്ങളിൽ ടയർ നിറയ്ക്കുന്നതിന് ദ്രവീകരിച്ച നൈട്രജൻ ശീതീകാരിയായി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ആഹാര പാക്കറ്റുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം ഒഴിവാക്കാൻ നൈട്രജൻ ഉപയോഗിക്കുന്നു. പാക്കറ്റുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം ഒഴിവാക്കാൻ നമ്മൾ നൈട്രജൻ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലോറിൻ ഞാൻ പറഞ്ഞു. ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്നത് ക്ലോറിനാണ്. അപ്പോൾ ക്ലോറിൻ ആരാണ് കണ്ടുപിടിച്ചത്? കാൾ വില്യം ഷീലയാണ് ക്ലോറിൻ കണ്ടുപിടിച്ചത്. ക്ലോറിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് ജലശുദ്ധീകരണത്തിന്, അതുപോലെ തന്നെ ബ്ലീച്ചിങ്ങിന്, അതുപോലെ തന്നെ കീടനാശിനി, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണം, തുണികളിലെ മറ്റും കറകൾ കളയുന്നതിനും ക്ലോറിൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. തുണികളിലെ മറ്റും കറകൾ കളയുന്നതിനും ക്ലോറിൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അന്തരീക്ഷ വായുവിൽ ഈ ഓക്സിജൻ എത്ര, നൈട്രജൻ എത്ര എന്നൊക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് എത്ര എന്നൊക്കെ PC ചോദിക്കുന്നതാണ്. അതുകൂടെ ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോവാം. അത് അന്തരീക്ഷ വായുവിൽ നൈട്രജൻ്റെ ശതമാനം എന്ന് പറഞ്ഞാൽ 78.08% നൈട്രജനുണ്ട്. 78.08% നൈട്രജനാണ് അന്തരീക്ഷ വായുവിലുള്ളത്. ഓക്സിജൻ 20.95%. 20.95%മാണ് ഓക്സിജൻ്റെ അളവ് അന്തരീക്ഷ വായുവിലുള്ളത്. അതുപോലെ തന്നെ ആർഗൺ 0.9%മാണ് ആർഗൻ്റെ അളവ് വരുന്നത്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വരുന്നത് 0.038 0.038%മാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അന്തരീക്ഷ വായുവിലെ അളവ്. പിന്നെ മറ്റുള്ളവ വരുന്നത്
0.032% മറ്റുള്ളവരുടെ അളവ് വരുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് പോകണം. എക്സാമിന് പോകുമ്പോൾ എക്സാമിന് എത്തി 27-നാണ് എക്സാം വരുന്നത്. അപ്പം ഇത്രയും നമ്മൾ നോക്കിയിട്ട് പോകണം ഓക്സിജന്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഉമിനീരിൻ്റെ പി എച്ച് മൂല്യം. ഉമിനീരിൻ്റെ പി എച്ച് മൂല്യം വരുന്നത് ഞാൻ പറഞ്ഞു പോകാം. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 6.2 മുതൽ 7.6 വരെയാണ് ഉമിനീരിൻ്റെ പി എച്ച് മൂല്യം വരുന്നത്. മറക്കല്ലേ, ഉമിനീരിൻ്റെ പി എച്ച് മൂല്യം 6.2 മുതൽ 7.6 വരെയാണ്. കുറച്ച് മുമ്പേ നമ്മൾ ശുദ്ധജലത്തിൻ്റെ പഠിച്ചു. ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം 7 ആണ് വരുന്നത്. അപ്പം നമുക്ക് നോക്കാം പി എച്ച് എന്താണെന്ന് നോക്കാം. അപ്പം ഇതാണ് കണ്ടോ, നമ്മളൊരു പി എച്ച് സ്കെയിൽ നമ്മൾ കൊണ്ടുവന്നൊക്കെ കണ്ടോ. അപ്പോൾ ഇതാണ് പി എച്ച് സ്കെയിൽ. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞത് നമ്മൾ വെള്ളത്തിൻ്റെ ഇത് 7 ആണ് വരുന്നത്. ന്യൂട്രലാണ് വെള്ളം വരുന്നത്. അപ്പം pH 7 ആണ് വെള്ളം. കണ്ടോ വെള്ളം. അതുപോലെ തന്നെ ഇങ്ങോട്ട് പോകുന്നതോടും അതിൻ്റെ അമ്ല സ്വഭാവം കൂടി ആസിഡാവുകയാണ്. അത് എങ്ങോട്ട് പോകുമ്പോൾ, ഇടത്തോട്ട് പോകുമ്പോൾ 7 നിന്ന് 6 മുതൽ 0 വരെ അങ്ങോട്ട് പോകുമ്പോൾ അമ്ല സ്വഭാവം കൂടി അതൊരു ആസിഡാവും. അതുപോലെ തന്നെ 8 മുതൽ 14 പോകുമ്പോൾ ക്ഷാര സ്വഭാവം കൂടി അതൊരു ആൽക്കലൈൻ ആവും. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പി എച്ച് വാല്യൂ എന്ന് പറയുമ്പോൾ 0 ആണ് വരുന്നത്. ആമാശയത്തിൻ്റെ പി എച്ച് വാല്യൂ എന്ന് പറയുമ്പോൾ 1 ആണ് വരുന്നത്. അതുപോലെ തന്നെ നാരങ്ങയൊക്കെ ഇല്ലേ, അതിൻ്റെ 2 ആണ് പി എച്ച് വാല്യൂ വരുന്നത്. വിനാഗിരി 3 ആണ് വരുന്നത്. അതുപോലെ തന്നെ വൈൻ്റെ പി എച്ച് വാല്യൂ 4 ആണ് വരുന്നത്. അതുപോലെ തന്നെ കോഫിയുടെ പി എച്ച് വാല്യൂ 5 ആണ് വരുന്നത്. പാലിൻ്റെ 6. പിന്നെ ശുദ്ധജലം നമുക്കറിയാം ന്യൂട്രലാണ്, അറിയാമല്ലോ ന്യൂട്രലാണ്. അതുകൊണ്ട് തന്നെ 7 ആണ് വെള്ളത്തിൻ്റെ വരുന്നത്. അപ്പോൾ ഇത്രയും വരെ ആസിഡാണ്. അത് കഴിഞ്ഞ് ശുദ്ധജല ന്യൂട്രൽ, ഇനി അങ്ങോട്ട് ആൽക്കലൈൻ ആണ്. അതായത് രക്തത്തിൻ്റെത് pH 8 ആണ്. സ്ഥിരമായിട്ട് പി എച്ച് ചോദിക്കുന്നതാണ് രക്തത്തിൻ്റെ പി എച്ച് വാല്യൂ എത്രയാണ്. pH 8 ആണ് രക്തത്തിൻ്റെ വരുന്നത്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയുടെ pH 9 ആണ്. ഹാൻഡ് വാഷിൻ്റെ pH 10 ആണ്. അതുപോലെ തന്നെ അമോണിയ ലായനിയുടെ pH 11, സോപ്പിൻ്റെ 12 ആണ് pH. അതുപോലെ തന്നെ ബ്ലീച്ചിൻ്റെ pH വാല്യൂ 13. അതുപോലെ തന്നെ ഡ്രെയിൻ ക്ലീനറിൻ്റെ pH വാല്യൂ 14 ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത് ബ്ലഡിൻ്റെ കറക്റ്റായിട്ട് ചോദിക്കുവാണെങ്കിൽ ഇവിടെ 8 എന്നാണ് വന്നിരിക്കുന്നത്. കറക്റ്റ് ഒരു വാല്യൂ പറയുവാണെങ്കിൽ 7.4 ആണ് ബ്ലഡിൻ്റെ pH വാല്യൂ വരുന്നത്. അതൊന്ന് ജസ്റ്റ് ഓർത്തിട്ടാണ് 7.4 ആണ് pH വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ PSC ചോദിച്ചിട്ടുള്ളതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ pH വാല്യൂ വരുന്നത് 14 ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ pH വാല്യൂ 14 ആണ് വരുന്നത്. ആൽക്കലൈൻ. അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl-ൻ്റെ pH വാല്യൂ വരുന്നത് 1 ആണ്. അത് ആസിഡായിട്ടാണ് വരുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ വരുന്നത് 1 ആണ് HCl, നമ്മളിവിടെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ pH സ്കെയിലുമായിട്ട് ബന്ധപ്പെട്ട PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണിത്. അപ്പോൾ ഈ pH വാല്യൂ ഓർക്കണം, നിങ്ങൾ ഓർത്തിട്ട് പോകണേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? അപ്പോൾ ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ആൻസർ ഏതാണ് വരുന്നത്? ജെയിംസ് ചാഡ്വിക് ആണ് ആൻസറായിട്ട് വരുന്നത്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് ചാഡ്വിക്. അപ്പോൾ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അതായത് പഠിക്കാൻ ഞാൻ ഒരു എളുപ്പമായിട്ടൊരു കോഡ് പറഞ്ഞുതരാം. പെൻ നിങ്ങൾ ഓൾറെഡി അറിയാവുന്നതായിരിക്കും. എഴുതട്ടെ. പെന്ന് അതുപോലെ തന്നെ RTC, പെൻ RTC എന്നങ്ങ് ഓർത്തായി. പെൻ RTC. അപ്പോൾ പെൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ ആണ്. അതുപോലെ തന്നെ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. അപ്പോൾ പെൻ RTC ഇങ്ങനെ എഴുതണം. അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, അതുപോലെ തന്നെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ, അതുപോലെ തന്നെ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്. അപ്പം ഒരിക്കലും മറക്കത്തില്ല, പെൻ RTC കേട്ടോ, ഇങ്ങനെ എഴുതണം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ക്ലിക്കാവും. അടുത്ത ക്വസ്റ്റ്യൻ, അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ശരിയായ പ്രസ്താവനകളാണ് ശരിയായ. അപ്പം എല്ലാ അയിരുകളും ധാതുക്കളാണ്, ശരിയാണ്. അതുപോലെ തന്നെ എല്ലാ ധാതുക്കളും അയിരല്ല, അത് ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ് വരുന്നത് കേട്ടോ. ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം ആണ്. അടുത്തത്, പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പരസ്പര ബന്ധമില്ലാത്തതെന്നാണ് തിരിച്ചറിയുക. അപ്പം സോഡിയം ആൽക്കലി സ്വഭാവം ശരിയാണ്, സോഡിയം ആൽക്കലി സ്വഭാവമാണ്. അതുപോലെ തന്നെ കാൽസ്യം സംക്രമണ മൂലകമാണോ? അല്ല. കാൽസ്യം എന്ന് പറയുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ് വരുന്നത്. അപ്പം ഇത് തെറ്റാണ്, ബന്ധമില്ലാത്തതാണ്. അതുകൊണ്ട് അലൂമിനിയം ബോറോൺ കുടുംബമാണ്, ശരിയാണ്. അലൂമിനിയം ബോറോൺ കുടുംബമാണ്. ക്ലോറിൻ ഉത്കൃഷ്ട വാതകമാണ്, അതും തെറ്റാണ്.
ക്ലോറിൻ ഹാലജൻ കുടുംബമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് പരസ്പര ബന്ധമില്ലാത്തതാണ് വെച്ചിരിക്കുന്നത്. അപ്പം 2ഉം 4ഉമാണ്. 2ഉം 4ഉമാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി 2ഉം 4ഉമാണ് കേട്ടോ. അത് നിങ്ങൾ പഠിച്ചിട്ട് വേണം. ഓരോ ഫാമിലീസില്ലേ, അതായത് ഓരോ ബോറോൺ കുടുംബം, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ഹാലജൻ കുടുംബം, അതൊക്കെ ജസ്റ്റ് ഒന്ന് അതിനകത്തൊക്കെ വരുന്നത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒന്ന് പഠിച്ചിട്ട് വേണം. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കും. അടുത്തത്, ഒരു ജല തന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? അപ്പോൾ ഒരു ജല തന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? അപ്പം ഒരു ജലതന്മാത്ര എന്ന് പറയുമ്പോൾ എന്താണ്? H2O അല്ലേ? H2O. നിങ്ങൾ നോക്ക്, H2O അല്ലേ? അപ്പോൾ നമ്മൾ ഓക്സിജൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 16 അല്ലേ? ഓക്സിജൻ 16. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 1 ആണ്. 1 2 1 എത്ര? 2 അല്ലേ വരുന്നത്? 2 + 6 എത്ര? 18 അല്ലേ വരുന്നത്? സോറി 2 അല്ലേ വരുന്നത്? ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2:16 അല്ലേ വരുന്നത്? 2:16 അല്ലേ വരുന്നത്? അതൊന്നും ലളിതമാക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 1:8 അല്ലേ വരുന്നത്? അപ്പോൾ നമുക്ക് ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി അല്ലേ? 1:8 അല്ലേ വരുന്നത്? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. H2 ആണല്ലോ നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. അപ്പം ഹൈഡ്രജൻ്റെ എത്രയാണ്? 1 അല്ലേ? ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ടല്ലോ, അപ്പോൾ 2 ഇവിടെ വരും. അതുപോലെ തന്നെ ഓക്സിജൻ 16 ആണ്. 2:16 അനുപാതമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെറുതാക്കുമ്പോൾ 1:8. അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടിയല്ലോ. ഒന്ന് എഴുതി നോക്കിയാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അടുത്തത്, ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു, അവയിൽ ശരിയായവ കണ്ടെത്തുക. അപ്പോൾ ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു, അവയിൽ ശരിയായവ കണ്ടെത്തുന്നതാണ്. ശരിയായവ. അപ്പോൾ ഇവിടെ നമ്മളൊരു ചെറിയൊരു അണ്ടർലൈൻ ഇടണം. ശരിയായവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ശരിയാണ്. ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. ശരിയാണ്. ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. അത് തെറ്റാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ആറ്റത്തെ വിഭജിക്കാൻ കഴിയും. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം 1ഉം 2ഉം 4ഉമാണ് ഇവിടെ ശരി. അപ്പോൾ ഏതാണ്? 1ഉം 2ഉം 4. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 1 2 4. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് കേട്ടോ. അടുത്തത് 72ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? കേട്ടോ, ഇപ്പോൾ 2ാമത്തെ തവണയാണ് നമ്മൾ അയിര് ചോദിക്കുന്നത്. കണ്ടോ, അപ്പോൾ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ അയിരാണ് കലാമിൻ? കലാമിൻ ഏതാണ്? നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചതാണ്. സിങ്കിൻ്റെ അയിരാണ്. ഓപ്ഷൻ ഡി സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. കലാമിൻ. കലം സിങ്കിലിട്ട് കഴുകുന്നു, ഓർത്ത് വെച്ചാൽ മതിയേ. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞതാണ് പ്രധാനപ്പെട്ട അയിരുകളെല്ലാം. അടുത്ത്, മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക എന്നാണ് ശരിയായ ജോഡി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? തൃകങ്ങൾ കണ്ടുപിടിച്ച ആരാണ്? മോസ്ലി അല്ലേ തൃകങ്ങൾ കണ്ടുപിടിച്ചേ? അത് മോസ്ലി തൃകങ്ങൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ അഷ്ടകങ്ങൾ കണ്ടുപിടിച്ച ആരാണ്? ന്യൂലാൻഡ് അല്ലേ അഷ്ടകങ്ങൾ കണ്ടുപിടിച്ചേ? 2 3. അതുപോലെ തന്നെ അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കി പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത് മെൻഡലീഫ് ആണ്. അതുപോലെ തന്നെ അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയുള്ള കണ്ടുപിടിച്ചതാരാണ്? ഹെൻറി മോസ്ലിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1 4 2 3 3 1 4 2. അറ്റോമിക് നമ്പർ അടിസ്ഥാനമാക്കിയുള്ള പീരിയോഡിക് ടേബിൾ ആരാണ്? ഹെൻറി മോസ്ലിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. അടുത്ത, ഇത് ചെറുതായിപ്പോയില്ലേ, കാണാൻ പറ്റത്തില്ല അല്ലേ? ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എറിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്യുന്നു. ഇത് ഏത് വാതകമാണ്? ഇത്രയേ ഉള്ളൂ, ഒന്നും പേടിക്കേണ്ട, ഇത്രയേ ഉള്ളൂ. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തു വരുന്ന വാതകത്തിന് നേരെ എറിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകമാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ കേട്ടോ, മറക്കല്ലേ, ഹൈഡ്രജൻ ആണ് ആൻസർ. ഹൈഡ്രജൻ. ഓപ്ഷൻ എ ഹൈഡ്രജൻ ആണ്. അടുത്തത്, ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ശരിയായ ജോഡികൾ എന്ന് നോക്കണം. ശരിയായ ജോഡികളാണ്. അപ്പോൾ ഇലക്ട്രോൺ ശരിയായ ജോഡികൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ശരിയാണ്. അതുപോലെ തന്നെ പ്രോട്ടോൺ ചാർജ് ഇല്ല, തെറ്റാണ്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ശരിയാണ്. അതുപോലെ തന്നെ ന്യൂട്രോൺ നെഗറ്റീവ് ചാർജ് തെറ്റാണ്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? 1 3 അല്ലേ? ഓപ്ഷൻ എ ആണ്. 1 3 ശരിയായിട്ട് വരുന്നത്. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഇതായിട്ട് പിന്നെയും വന്ന് ചോദിച്ചിരിക്കുന്നുണ്ടോ പ്രീവിയസ് ആയിട്ട്? അപ്പോൾ ഓപ്ഷൻ ഡി സിങ്കിൻ്റെ അലാമിനാണ് കലാമിൻ. കലം സിങ്കിലിട്ട് കഴുകുന്നു, ഓർത്ത് വെച്ചോ.
അഷ്ടനിയമം ആവിഷ്കരിച്ച ആരാണ്? അഷ്ടമ നിയമം ആവിഷ്കരിച്ച ആരാണ്? അഷ്ടമ നിയമം ആരാണ്? ന്യൂലാൻഡ്സ് അല്ലേ? നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞാണ്. ഓപ്ഷൻ ബി ന്യൂലാൻഡ്സ് ആണ് അഷ്ടനിയമം ആവിഷ്കരിച്ചത്. അതുപോലെ തന്നെ ദിമിത്രി മെൻഡലീഫ് ആരാണ്? ദിമിത്രി മെൻഡലീഫ് എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിളാണ്. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിളാണ്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ഈ മെൻഡലീഫ്. മെൻഡലീഫ് എങ്ങനെയാണ് മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച ആളാണ് മെൻഡലീഫ് കേട്ടോ. മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടികയിലെ മൂലകങ്ങളുടെ എണ്ണം 63 ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നത് 63. അടുത്തത് ഡൊബറൈനാണ്. ഡൊബറൈൻ ത്രികങ്ങൾ എന്ന് മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന് ആവിഷ്കരിച്ചത് ഡൊബറൈനാണ്. ഡൊബറൈനാണ്. അതുപോലെ തന്നെ ഹെൻറി മോസ്ലിയാണ് നമ്മുടെ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. ഹെൻറി മോസ്ലിയാണ്. അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹെൻറി മോസ്ലി അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് വേർതിരിച്ചത് കേട്ടോ. അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ മെൻഡലീഫ് അതുപോലെ തന്നെ ആവർത്തന പട്ടികയുടെ പിതാവാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലി അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് വേർതിരിച്ചത്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ. മോസ്ലിയാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മോസ്ലിയാണ്. കിട്ടിയേ? അടുത്ത ജലത്തിൻ്റെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചത്? ഏതൊക്കെയായിരിക്കും ജലത്തിൻ്റെ ഘടക മൂലകങ്ങൾ വരുന്നത്? ജലത്തിന് ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? ഹൈഡ്രജനും ഓക്സിജനും അല്ലേ? H2O അല്ലേ? ഹൈഡ്രജനും ഓക്സിജനും. വളരെ എളുപ്പമല്ലേ? അടുത്തത് അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി കണ്ടെത്തുക. ഇപ്പോൾ ഇവിടെ മാർക്കണം. ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയായ ജോഡി ഏതൊക്കെയാണെന്ന് നോക്കാം. ശരിയായ ജോഡി രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ അറ്റോമിക സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ട് അറ്റോമിക സിദ്ധാന്തം ജോൺ ഡാൾട്ടൻ്റെയാണ്. അപ്പം നോക്കാം. രാസപ്രവർത്തന വേളയിൽ അറ്റത്തെ വിഭജിക്കാൻ കഴിയും. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. അതുപോലെ എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മങ്ങളാൽ നിർമ്മിതമാണ്. ശരിയാണ്. അതുപോലെ തന്നെ ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിൻ്റെയും വലിപ്പത്തിൻ്റെയും മാസിലും സമാനമായിരിക്കും. ശരിയാണ്. രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ വരുന്നത്? 2, 3 ഓപ്ഷൻ സി 2, 3 അറ്റോമിക സിദ്ധാന്തം ജോൺ ഡാൾട്ടൻ്റെയാണ്. അടുത്തത് പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവന. പീരിയോഡിക് ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പീരിയോഡിക് ടേബിളിൽ അപ്പോൾ നമുക്ക് നോക്കാം. പീരിയോഡിക് ടേബിളിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. തെറ്റാണ്. ആൽപ്പത്തിൻ്റെ വലിപ്പം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങോട്ട് വെച്ചാൽ കൂടുകയാണ്. അപ്പോൾ പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. അത് ശരിയാണ്. അപ്പോൾ ഇതിന് ആൻസർ അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. അപ്പോൾ ഓപ്ഷൻ സി നോക്കാം. പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടും. തിരിച്ചാണ്. ആറ്റത്തിൻ്റെ വലിപ്പം കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കൂടുകയാണ് ചെയ്യുന്നത്. കേട്ടോ? ജസ്റ്റ് ഒന്ന് നോക്കണം. ഇതൊക്കെ പീരിയോഡിക് ടേബിൾ മാക്സിമം നിങ്ങൾ പഠിച്ചിട്ടേ പോവേ. അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ ഓക്സിജൻ്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് ശരിയായത് കണ്ടെത്തുക. ഓക്സിജൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ എളുപ്പം ഇതിനകത്ത് നിറമില്ല, ഗന്ധമില്ല. അപ്പോൾ ഇതിനകത്ത് ഏതാണ്? ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറമില്ല. ഇതല്ലേ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി. അടുത്തത് അലൂമിനിയത്തിൻ്റെ ഏതാണെന്ന് വെച്ചാൽ അലൂമിനിയത്തിൻ്റെ അയിര് നമ്മൾ പഠിച്ചാണ് ബോക്സൈറ്റ്. ഓപ്ഷൻ എ ബോക്സൈറ്റ്. അടുത്തത് കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്താണ്? ഓപ്ഷൻ എ മഞ്ഞയാണ്. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം മഞ്ഞയാണ്. അപ്പം നിറത്തെ പറ്റി പറയുമ്പം കുറച്ച് ഇത് പഠിച്ചിരിക്കണം. അതായത് കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം മഞ്ഞയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്നത് ഫെറിക് അയൺ ഉണ്ട്. ഫെറിക് അയൺ മഞ്ഞ നിറമാണ്. അതുപോലെ തന്നെ യുറാനിയം ഓക്സൈഡ് മഞ്ഞ നിറമാണ്. ഫെറിക് അയൺ മഞ്ഞ നിറം, യുറാനിയം ഓക്സൈഡ് മഞ്ഞ നിറം, കാഡ്മിയം സൾഫൈഡ് മഞ്ഞ നിറം. അതുപോലെ തന്നെ കൊബാൾട്ട് അയൺ ബ്ലൂ ആണ്, നീല നിറമാണ്. അതുപോലെ തന്നെ മാംഗനീസ് ഡയോക്സൈഡ് വരുന്നത് പർപ്പിൾ കളറാണ്. ഡയോക്സൈഡ് പർപ്പിൾ കളറാണ്. പിന്നെ ആൻറ്റിമണി ഓക്സൈഡ് വെള്ള കളറാണ് കേട്ടോ. കുറച്ച് നിറത്തെപ്പറ്റി കുറച്ചൊന്ന് നോക്കിക്കൊണ്ട് പോകണേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
തിളക്കം വർദ്ധിപ്പിച്ച് തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ച് കൊണ്ടുവന്ന തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. സ്വർണം ലയിപ്പിക്കാനുള്ള ഉപയോഗിക്കുന്ന അക്വാ റീജിയിൽ അടങ്ങിയിട്ടുള്ളത് ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2022-23 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചേക്കുന്നത്? തിളക്കം വർദ്ധിപ്പിച്ച് തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ച് കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാ റീജിയിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണെന്നാണ്. നമുക്കറിയാം അക്വാ റീജി എന്ന് പറഞ്ഞാൽ എന്താണ്? രാജകീയ ദ്രാവകമാണ് അക്വാ റീജി എന്ന് പറഞ്ഞത്. അപ്പോൾ അക്വാ റീജിയിൽ അടങ്ങിയിട്ടുള്ളത് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ തന്നെ HNO3 ആണ്. അപ്പോൾ HCl-ഉം HNO3 അടങ്ങിയിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് കേട്ടോ. ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ തന്നെ നൈട്രിക് ആസിഡുമാണ് അക്വാ റീജിയിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പം എന്താണ് അക്വാ റീജിയ? അത് നമ്മൾ പഠിക്കണ്ടേ. അക്വാ റീജി എന്ന് പറഞ്ഞാൽ രാജകീയ ദ്രാവകമാണ്. അതായത് ശുദ്ധ സ്വർണം വേർതിരിച്ചെടുക്കുന്ന വോൾവിൽ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ദ്രാവകം. അപ്പോൾ എന്താണ് അക്വാ റീജി എന്ന് പറഞ്ഞാൽ? രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ശുദ്ധ സ്വർണം വേർതിരിച്ചെടുക്കുന്ന വോൾവിൽ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ദ്രാവകമാണ് അക്വാ റീജിയ. അതുപോലെ തന്നെ അക്വാ റീജിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് അതുപോലെ തന്നെ നൈട്രിക് ആസിഡ്. അതുപോലെ തന്നെ അക്വാ റീജിയിൽ നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും അനുപാതം എത്ര എന്നൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. 1:3 ആണ്. 1:3 ആണ്. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും അത് നൈട്രിക് ആസിഡിൻ്റെയും വരുന്നത്. അതായത് 1 HCl അതിൻ്റെ അനുപാതം വരുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുവാണെങ്കിൽ പരീക്ഷയിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. 1 HCl എന്ന് ഓർത്തണേ. ശരി, വെയിറ്റ് ചെയ്യും. 1 HCl എത്രയാണ്? 3 HNO3 ആണ്. 3 HNO3 പരീക്ഷയ്ക്ക് ചോദിക്കവേ 1 HCl = 3 HNO3. 1:3 ആണ് ഇതിൻ്റെ അനുപാതം വരുന്നത്. അതുപോലെ തന്നെ അക്വാ റീജിയുടെ നിറം എന്ന് പറയുന്നത് മഞ്ഞ കളറാണ്. ഇത്ര ഓർത്തിരിക്കണം. അക്വാ റീജിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കണ്ടോ, അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെ കണ്ടോ. അക്വാ റീജിയ ഏതിൻ്റെ ഒരു മിശ്രിതമാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഏതിൻ്റെ മിശ്രിതമാണ്? HCl-ഉം HNO3 മിശ്രിതമാണ് അക്വാ റീജിയ. നമ്മളിപ്പം പറഞ്ഞല്ലോ. അതുപോലെ തന്നെ വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഏതാണ്? B ആണ്. Na2CO3 അതുപോലെ തന്നെ 10H2. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം Na2CO3 അതുപോലെ തന്നെ × 10H2 ആണ് വരുന്നത്. അടുത്തത് സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അലൂമിനിയമാണ്. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അലൂമിനിയമാണ്. അടുത്തത് ദ്രവ്യത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചതാരാണ്? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞാണ് ദ്രവ്യത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ ആണ്. ഓപ്ഷൻ ഡി ജോൺ ഡാൾട്ടൺ ആണ് അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത്. അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൻ്റെ രാസസൂത്രം. അപ്പോൾ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ല കയറിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൻ്റെ രാസസൂത്രവാക്യമാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഏതാണ്? Al2O3 2H2O. നമുക്ക് ബോക്സൈറ്റ്, സിങ്ക് അങ്ങനെ തുടങ്ങിയ അയിരിൻ്റെയൊക്കെ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. അപ്പോൾ ഇപ്പം പുതിയ രീതിയിൽ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ അയിരിൻ്റെ ഏത് അലൂമിനിയം ആയാലും സിങ്ക് ആയാലും ഏത് അയിരിൻ്റെ രാസസൂത്രവാക്യം PSC ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാസസൂത്രവാക്യം ഇവിടെ നമ്മൾ നോക്കി വെക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൻ്റെ രാസസൂത്രവാക്യം എത്രയാണ്? Al2O3 2H2O ആണ്. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? അപ്പം എന്താണ്? പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? കാൽസ്യം ഓക്സൈഡ് അല്ലേ വരുന്നത്? കാൽസ്യം ഓക്സൈഡ്. ഓപ്ഷൻ സി കാൽസ്യം ഓക്സൈഡ് ആണ് വരുന്നത് കേട്ടോ. അടുത്തത് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു? അപ്പം ഏതാണ് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? ഡി ബ്ലോക്കിലാണ് പെടുന്നത്. ഓപ്ഷൻ സി ഡി ബ്ലോക്കിലാണ് ഇവിടെ. ഡി ബ്ലോക്കിൽ പെടുന്നത് എന്ന് പറഞ്ഞാൽ ഏതാണ്? സംക്രമണ മൂലകങ്ങളല്ലേ. ഡി ബ്ലോക്കിൽ പെടുന്നത് സംക്രമണ മൂലകങ്ങളാണ്, ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ്. അതായത് സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ്. നമുക്കറിയാം ലോഹങ്ങളാണ്. ഇവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ലോഹങ്ങളായതുകൊണ്ട് തന്നെ ഇവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു.
അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലും പീരിയഡുകളിലും ഇവ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കും. ഗ്രൂപ്പുകളിലും പീരിയഡുകളിലും ഇവ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവർക്ക് ഈ നിറം കിട്ടുന്നത്. അപ്പോൾ ക്ലിയർ ആയാലും അതുപോലെ തന്നെ നോക്കിയിട്ട് വേണം ഡി ബ്ലോക്ക് സംക്രമണ മൂലകങ്ങൾ, അതായത് നമ്മുടെ ആവർത്തന പട്ടികയിലെ ഡി ബ്ലോക്ക് കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് പോകണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് ഒരു ടോപ്പിക്ക് തന്നെ എടുത്തൊക്കെ പറയാൻ പറ്റത്തില്ല, നമ്മൾ കുറച്ച് ഇതല്ലേ ലോങ് ആയിട്ടുള്ളതല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലിഥിയം 3Li7 ആറ്റത്തിൻ്റെ മൗലിക കണങ്ങളുടെ എണ്ണം എത്രയാണ്? ആറ്റത്തിൻ്റെ മൗലിക കണങ്ങളുടെ എണ്ണം. മൗലിക കണങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ്. അപ്പം ഇങ്ങനെ എഴുതുകയാണ്. അതായത് ലിഥിയം താഴെ 3 അതുപോലെ തന്നെ താഴെ 3 മേളിൽ 7, താഴെ 3 മേളിൽ 7. അപ്പം ഇതാണ് ഒരു ആറ്റത്തിൻ്റെ ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇലക്ട്രോൺ ഏതാണ്, പ്രോട്ടോൺ ഏതാണ്, ന്യൂട്രോൺ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് നോക്കാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണ് എപ്പോഴും അറ്റോമിക് നമ്പറാണ് എപ്പോഴും താഴെ വരുന്നത്. അറ്റോമിക് നമ്പറാണ് ഈ 3 കണ്ടോ. ഒരു ആറ്റത്തിൻ്റെ താഴെ വരുന്നത് അറ്റോമിക് നമ്പറാണ്. ഈ 3 താഴെ വരുന്നത് അറ്റോമിക് നമ്പരും മേളി വരുന്നതാണ് മാസ് നമ്പരും കേട്ടോ. മറക്കല്ലേ, താഴെ വരുന്നത് അറ്റോമിക് നമ്പരും മേളി വരുന്നത് മാസ് നമ്പരും. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? 3 വരുന്നത്. അപ്പം പ്രോട്ടോണുകളുടെ എണ്ണവും ഈക്വൽ ടു അത് തന്നെ ആയിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം കേട്ടോ. പ്രോട്ടോണുകളുടെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പം പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും 3 ആയിരിക്കും. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. ഇങ്ങനെ ഒരു ആറ്റം എടുത്തുവാണെങ്കിൽ താഴെ വരുന്നത് അറ്റോമിക് നമ്പറാണ്, മേളി വരുന്നതാണ് മാസ് നമ്പർ. അപ്പം അറ്റോമിക് നമ്പർ തന്നെ ആയിരിക്കും പ്രോട്ടോണുകളുടെ എണ്ണം. പ്രോട്ടോണുകളുടെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പം 3 ഇലക്ട്രോൺ 3 പ്രോട്ടോൺ 3. ഇനി നമുക്കറിയേണ്ടത് എന്താണ്? ന്യൂട്രോൺ എത്രയാണെന്നാണ്. അപ്പം മാസ് എന്ന് പറയുമ്പം പ്രോട്ടോൺ പ്ലസ് ഇതാണ് വരുന്നത്. മാസ് എന്ന് പറയുമ്പോൾ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് മാസ് നമ്പർ വരുന്നത്. അപ്പം മാസ് നമ്പർ ഇവിടെ 7 വരുന്നത്. പ്രോട്ടോണിൻ്റെ എണ്ണം 3 വരുന്നത്. അപ്പം എത്രയാണ്? ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ 4 വരുന്നത് കേട്ടോ. 3 + 4 അല്ലേ 7 ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം ഏതാ ശരിയെന്ന് നോക്കാം. 3 ഇലക്ട്രോൺ 3 പ്രോട്ടോൺ അല്ല, 3 ഇലക്ട്രോൺ 3 പ്രോട്ടോൺ 4 ന്യൂട്രോൺ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് കേട്ടോ. 3 ഇലക്ട്രോൺ 3 പ്രോട്ടോൺ 4 ഇലക്ട്രോൺ. അടുത്ത നോക്കാം. പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. പീരിയോഡിക് ടേബിളിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞത്. അപ്പം നോക്കാത്തത്, ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. ശരിയാണ്, നമുക്കറിയാം. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും നമ്മളിപ്പം ആവർത്തന പട്ടികയില്ല, അതിൻ്റെ താഴോട്ട് വരുന്തോറും ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുകയാണ്. അടുത്തത്, ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നതോറും ലോഹ സ്വഭാവം കൂടുന്നു. തെറ്റായിട്ടല്ലേ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? തെറ്റായിട്ടല്ലേ? ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോഹ സ്വഭാവം കുറയുകയാണ് ചെയ്യുന്നത്, കൂടുവല്ല കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ അല്ലേ? 1 മാത്രം ശരിയാണ് കേട്ടോ. ഇവിടെ ഒരു പീരീഡിൽ നിന്ന് ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നതോറും ലോഹ സ്വഭാവം കൂടുവല്ല കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത്, അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? അപ്പോൾ ഇപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ, എത്രാമത്തെ ഇതിലാണ്? നമ്മളിപ്പോൾ 2021, 22, 23, 24 ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വർഷത്തിനിടെ തന്നെ എത്രാമത്തെ ഇതാണ് ചോദിച്ചിരിക്കുന്നത്? അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? അപ്പം ഇനി ഇത് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. ഓപ്ഷൻ ബി ബോക്സൈറ്റ്. അടുത്ത, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം ഓപ്ഷൻ സി ബാംഗ്ലൂരാണ്. അടുത്തത്, കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് പൗഡർ വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചു. അതിന് കാരണം ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് ഏത് വാതകം ഉണ്ടാകുന്നത് കൊണ്ടാണ്? ബ്ലീച്ചിങ് പൗഡർ പ്രവർത്തിച്ച് കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് പൗഡർ വ്യാപകമായി ശുചീകരണങ്ങളിൽ ഉപയോഗിച്ചു. അതിന് കാരണം ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് ഏത് വാതകം ഉണ്ടാകുമ്പോഴാണ്? ഓപ്ഷൻ സി നൈട്രജൻ അല്ലേ? ഓപ്ഷൻ സി നൈട്രജൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത്? പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി കഞ്ഞിവെള്ളമാണ്. അടുത്തത്, നിത്യേന ആസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിൻ്റെ pH
സ്ഥിരമായി നിൽക്കാൻ കാരണം രക്തം ഒരു ഡാഷ് ലായനിയാണെന്നാണ്. അപ്പോൾ രക്തം ഏത് ലായനിയാണ്? ബഫർ ലായനിയാണ്. ഓപ്ഷൻ ഡി ബഫർ ആണ്. രക്തം ഒരു ബഫർ ലായനിയാണ്. അടുത്തത് അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിൻ്റെ ജ്വലനഫലം ഉണ്ടാകുന്ന ഊർജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു. പ്രസ്തുത മൂലകം ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. പ്രസ്തുത മൂലകം ഏതാണ്? ഓപ്ഷൻ എ ഹൈഡ്രജൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ ഹൈഡ്രജൻ ആണ്. ഡബ്ല്യു എന്നത് ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ്? ഡബ്ല്യു എന്നത് ടങ്സ്റ്റൻ്റെ പ്രതീകമാണ്. ടങ്സ്റ്റൻ എന്ന് പറയുന്നതാണ് ഡബ്ല്യു കേട്ടോ. ഡബ്ല്യു എന്നത് ടങ്സ്റ്റൻ്റെ പ്രതീകമാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകം ഏത്? കപട സംക്രമണ മൂലകം എന്ന് പറയുന്നത് ഏതാണെന്ന് വെച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ വരുന്നത് ഞാൻ ആദ്യമേ പറയാം. ഓപ്ഷൻ എ കാഡ്മിയമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ കപട സംക്രമണ മൂലകം എന്ന് പറയുന്നത്? അതായത് ഇത്രയേ ഉള്ളൂ. 12ാം ഗ്രൂപ്പിൽ വരുന്ന സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതുഗുണങ്ങളും കാണിക്കുന്നില്ല. അങ്ങനെ കാണിക്കാത്തത് കൊണ്ട് എല്ലാ പൊതുഗുണങ്ങളും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു കപട സംക്രമണ മൂലകം അഥവാ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? 12ാം ഗ്രൂപ്പിൽ വരുന്ന സിങ്ക്, കാഡ്മിയം അതുപോലെ തന്നെ മെർക്കുറി. മെർക്കുറി എന്നിവ 12ാം ഗ്രൂപ്പിൽ വരുന്ന സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതുഗുണങ്ങളും കാണിക്കുന്നില്ല. അത് കാണിക്കാത്തതുകൊണ്ട് തന്നെ ഇവയെ കപട സംക്രമണ മൂലകം കണ്ടോ, കപട സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. അഥവാ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്നു. ക്ലിയർ ആയോ? അടുത്തത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി പ്ലൂട്ടോണിയമാണ്. ഓപ്ഷൻ ഡി പ്ലൂട്ടോണിയമാണ്. അറ്റോമിക സംഖ്യ 11 മൂലകത്തിൻ്റെ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? അപ്പോൾ നമുക്ക് നോക്കാം. അറ്റോമിക സംഖ്യ 11 മൂലകത്തിൻ്റെ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുണ്ടെന്നാണ്. എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 8 ഇലക്ട്രോണാണ് വരുന്നത്. എൽ ഷെല്ലിൽ 8 ഇലക്ട്രോണാണ്. ഓപ്ഷൻ സി 8 ഇലക്ട്രോണാണ്. അപ്പം നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഈ ഒരു ഇതുണ്ടോ, SCRT ഡിസ്റ്റിങ്ഷനാണ്. ഓരോ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. കെയിൽ 2 കണ്ടോ, എൽ, എം, എൻ കണ്ടോ. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കണ്ടോ. ഇവിടെ 8 അല്ലേ വെച്ച്. കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 18, അതുപോലെ എന്നിൽ 32. അപ്പോൾ 2, 8, 18, 32. 2, 8, 18, 32. KLMN 2, 8, 18, 32. മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ സബ്ഷെല്ലുണ്ട്. സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. സബ്ഷെല്ല് എന്ന് പറയുമ്പോൾ SPDF ആണ്. SPDF സബ്ഷെല്ല് പറയുന്നത് 2, 6, 10, 14. 2, 6, 10, 14 കേട്ടോ. 2, 6, 10, 14 മറക്കല്ലേ. 2, 6, 10, 14 4 വെച്ച് 2, 4, 6 അല്ലേ. 6, 4, 10 അല്ലേ. 10, 4, 14 അത് പഠിക്കാമല്ലോ. അപ്പോൾ KLMN 2, 8, 18, 32. 2, 8, 18, 32 KLMN. സബ്ഷെല്ല് വരുമ്പോൾ SPDF 2, 6, 10, 14. 2, 6, 10, 14. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും 29 CU എൻ്റെ ശരിയായ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തി എഴുതുക. അപ്പോൾ ശരിയായ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തി എഴുതുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനെ കാണുമ്പോഴാണ് SCRT ബേസ് ചെയ്തുള്ളൊരു ക്വസ്റ്റ്യനാണിത്. കാരണം നമുക്ക് റാങ്ക് ഫെയിലോ കാര്യങ്ങളോ നോക്കി ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണത്തില്ല. അപ്പം SCRT ബേസ് ചെയ്തുള്ള ഒരിതാണ്. അതായത് റാങ്ക് ഫെയിലൊക്കെ ഇത്രയുമുള്ളൊരിത് കാണത്തില്ല. അപ്പോൾ 29 ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? 29 വരണം. അപ്പം നമുക്കറിയാം സബ്ഷെല്ലിൽ എത്രയാണ്. ഇത് നിങ്ങളൊന്നും നോക്കണ്ട, കൂട്ടി അങ്ങ് നോക്കിയാൽ മതി. കൂട്ടി നോക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. അതായത് 2, 2, 4, 6, 6, 4, 10 അല്ലേ. 12, 18, 28, 28, 1, 29. അപ്പം ഓപ്ഷൻ ബി ആണ്. ബാക്കി കൂട്ടി നോക്കുമ്പോൾ അത്രയും വരത്തില്ല കണ്ടോ. നിങ്ങൾ നോക്കേ 10, 12, 18, 28, 30 കണ്ടോ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പോൾ 29 എങ്ങനെ കിട്ടുമെന്ന് നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ മതി. 1s2, 2s2, 2p6, 3s2, അതുപോലെ 3p6, അതുപോലെ 3d10, അതുപോലെ തന്നെ 4s1. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കുമ്പോൾ 29 വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഇടയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് SCRT ബേസ് ചെയ്ത്. അപ്പം ഇനി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഈ എണ്ണം അങ്ങ് എണ്ണി നോക്കിയാൽ, മേളിൽ കിടക്കുന്ന എണ്ണം അങ്ങ് എണ്ണി നോക്കിയിട്ട് ഇവിടെ ഇപ്പോൾ 29 ആണ് വരുന്നത്. അപ്പോൾ 29 മേളിലെ സംഖ്യകൾ വരണം. അങ്ങനെ അങ്ങ് എണ്ണി നോക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹീറ്റിംഗ് ക്രോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി നിക്രോമാണ്. ഓപ്ഷൻ സി നിക്രോമാണ്.
അടുത്തത് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക ആവർത്തന പട്ടികയാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ ഏതാണ് വരുന്നത്? അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ആധുനിക ആവർത്തന പട്ടിക, ഹെൻറി മോസ്ലി. അപ്പം മറക്കല്ലേ. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? ദ്രാവകാവസ്ഥയിൽ ലോഹമായ മെർക്കുറിയുടെ അയിര് ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. മെർക്കുറിയുടെ അയിര് ഏതാണ്? സിനബർ അല്ലേ? സിനാബറാണേ. അടുത്തത് ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH മൂല്യം എത്രയാണ്? ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH മൂല്യം C5 ആണ്. നമ്മൾ കുറച്ച് മുമ്പേ നമ്മൾ pH മൂല്യങ്ങൾ പഠിച്ചു, പക്ഷേ കാർഷിക വിളകളുടെ pH മൂല്യം പഠിച്ചിട്ടില്ല. അത് SCERT ടെസ്റ്റിൽ അത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചു തരാം. കാർഷിക വിളകളും pH മൂല്യം. ഭൂമിയുടെ ഉപരിതലത്തിൽ എല്ലായിടത്തുമുള്ള മണ്ണിൻ്റെ ഗുണം ഒരുപോലെയല്ല. മണ്ണിൻ്റെ ഗുണവും കാർഷിക വിളകളും തമ്മിൽ ബന്ധമുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ അത് വിട്ടുപോകാം. അടുത്തത് ഒരു പ്രദേശത്തെ കാലാവസ്ഥ, ജലലഭ്യത, മണ്ണിൻ്റെ ഘടന എന്നിവയൊക്കെ കാർഷിക വിളയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പൊതുവെ 6.5 മുതൽ 7.2 വരെ pH മൂല്യമുള്ള മണ്ണാണ് അധിക വിളകൾക്കും യോജിച്ചത്. ക്യാരറ്റ്, ക്യാബേജ് കേട്ടോ, നോട്ട് ചെയ്തോ. ക്യാരറ്റ്, ക്യാബേജ് തുടങ്ങിയ വിളകൾക്ക് pH 7 മുതൽ 8 വരെയാണ് കേട്ടോ. എന്നാൽ pH 5 അടുത്ത മണ്ണാണ് ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അഭികാമ്യം. SCERT ടെസ്റ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈയിടയ്ക്ക് നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഓർത്ത് വെച്ചോ, ക്യാരറ്റ്, ക്യാബേജ് തുടങ്ങിയ വിളകൾക്ക് pH 7 മുതൽ 8. ക്യാരറ്റ്, ക്യാബേജ് തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH മൂല്യം pH 7 മുതൽ 8 വരെയാണ്. പക്ഷേ ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് pH 5 ആണ്. ഉരുളക്കിഴങ്ങിന് 5, ക്യാരറ്റ്, ക്യാബേജിന് pH 7 മുതൽ 8 വരെ. ഓർത്തിരുന്നോ? അടുത്ത ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയിലെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഹൈഡ്രജൻ അല്ല. ഓപ്ഷൻ ബി എളുപ്പമുള്ളതാണ്. ഹൈഡ്രജൻ ആണ് വരുന്നത്. അടുത്തത് താഴെ പറയുന്ന ഏത് രാസവസ്തുവിനെ നിർജ്ജലീകരിക്കാനാണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി അമോണിയാണ്. അടുത്തത് ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. എളുപ്പമാണ്. ഓപ്ഷൻസ് എ ആണ്. ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ബോക്സൈറ്റ് ആണ്. ബാക്കിയെല്ലാം ഉണ്ട്. മാഗ്നറ്റൈറ്റ് ഉണ്ട്, ഹെമറ്റൈറ്റ് ഉണ്ട്, സിഡറ്റൈറ്റ് ഉണ്ട് കേട്ടോ. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ബി 2n² ആണ്. 2n² ആണ്. ഓപ്ഷൻ ബി 2n² ആണ് വരുന്നത്. അതുപോലെ തന്നെ അവസാനത്തെ ക്വസ്റ്റ്യൻ, ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെല്ലാമാണ്? ശരിയല്ലാത്തത് ഏതെല്ലാം എന്നാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് ശരിയല്ല. ഇവിടെ നിന്ന് ടിക്ക് ചെയ്തോണേ. ആധുനിക ആവർത്തിക പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോട്ട് ചെയ്ത് നോക്കണേ. ശരിയല്ലാത്തത്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലിയാണ്. ശരിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീഫാണ്. തെറ്റാണ്. അതുപോലെ തന്നെ ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. അത് ശരിയായിട്ടുള്ള ആരോഹണ ക്രമത്തിലുള്ള അറ്റോമിക് നമ്പറിൻ്റെ. അപ്പോൾ അടുത്തത് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. അത് തെറ്റാണ്. അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത് ശരിയല്ലാത്തതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം അതാണ് 2ഉം 4ഉമാണ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലാത്തത് വരുന്നത്. അപ്പോൾ 2ഉം 4ഉം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ബി അല്ലേ? 2ഉം 4ഉം അല്ലേ ഇവിടെ ശരിയല്ലാത്തത്? ഓപ്ഷൻ ബി ആണ്. അപ്പം ഇവിടെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ റിവിഷൻ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അതായത് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട അടുത്തിടെ, അതായത് 2-3 വർഷത്തിനിടെ ചോദിച്ചിട്ടുള്ള സകല ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് 10th ലെവൽ ബേസ് ചെയ്തുള്ള സകല ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലായിരിക്കും നമ്മുടെ ഇനി വരുന്ന LDCക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ഫാക്റ്റ് വെച്ചാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ നമ്മുടെ ആവർത്തന പട്ടിക ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വേണം. പിന്നെ ഇതിൽ പറഞ്ഞ ടോപ്പിക്സൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പോകണം. അപ്പം നമ്മളിനി ഒരു ക്ലാസ് കൂടെ കെമിസ്ട്രിയുടെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ കെമിസ്ട്രിയിൽ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ ആ ടോപ്പിക്ക് എടുത്തു തരാം. ചിലപ്പോൾ ആവർത്തന പട്ടികയുടെ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് എന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിവിഷൻ സീരീസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്കിലൂടെ ജോയിൻ ചെയ്യുക. അപ്പം പുതിയൊരു
സബ്ജക്റ്റ്, അതായത് നമ്മൾ ഹോട്ട് ടോപ്പിക്സിൻ്റെ സബ്ജക്റ്റാണ് എടുക്കുന്നത്, ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതാണ്. അടുത്ത ദിവസം ബയോളജിയുടെ റിവിഷൻ ക്ലാസ് ആയിരിക്കും വരുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചുള്ളത്. അപ്പം എല്ലാ ക്ലാസ് ഇത്ര നേരം കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ.